അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് 5 വർഷക്കാലമായി ചെമ്പഴന്തി മുസ്ലിം ജമാഅത്തിന്റെ ഇമാമായി ഇവിടെ സേവനം ചെയ്തു വരികയാണ്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ച ഈ 5 വർഷക്കാലം അൽഹംദുലില്ലാഹ് ആ 5 വർഷക്കാലത്തിൽ എന്തൊക്കെയോ കുറെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യാൻ സാധ്യമായിട്ടുണ്ട്. ഞാനോ അല്ലെങ്കിൽ പരിപാലന സമിതിയോ മാത്രമല്ല, നിങ്ങൾ മാറി നിന്നിട്ട് മറുവശത്ത് ഇമാം മാത്രമല്ല, കമ്മിറ്റിക്കാർ മാത്രമല്ല, നമ്മളെല്ലാവരും ഈ മഹല്ലിനെ പരിപൂർണമായി ഞാൻ അന്നത്തെ ആദ്യത്തെ ജുമയിൽ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മഹല്ലിൽ ഞാൻ സേവനം ചെയ്യൽ ആരംഭിക്കുമ്പോ ഈ മഹല്ലിന്റെ എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലെങ്കിൽ പൊതുജനങ്ങളെയും ഒരേ കണ്ണുകൊണ്ട് നോക്കുന്ന ഒരു സാഹചര്യമാണ് എന്റെ സ്വഭാവത്തിൽ എനിക്കുള്ളത്. ഞാൻ വലിയ ആളായി കൊണ്ട് പറയുന്നതല്ല, റബ്ബിനെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നു. ഏതു മഹല്ലിലും ഞാൻ അങ്ങനെ തന്നെയാണ്. ഒരു മഹല്ലിനെ ഐക്യത്തിലേക്കുണ്ട്. ആ മഹല്ല് വിഘടിതമായി പോകുന്നു എന്ന് കണ്ടാൽ അൽഹംദുലില്ലാഹ് സലാം പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുക. മഹല്ലിനെ സന്തോഷപൂർവ്വം 5 വർഷം എന്റെ മനസ്സിൽ ആരെക്കുറിച്ചും ഒരു മോശമായ ചിന്തയോ വിദ്വേഷമോ ഒന്നുമില്ല. ഇനി നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് എനിക്കറിയില്ല, അത് നിങ്ങളും അള്ളാഹു കൂടെ ആയിക്കോ. എന്തെങ്കിലും സംസാരത്തിന്റെ വിഷയത്തിലോ ജുമാ പ്രഭാഷണത്തിന്റെ വിഷയത്തിലോ എന്തെങ്കിലുമൊക്കെ ദീനിന്റെ ശറഇന്റെ വിഷയങ്ങൾ പറയുമ്പോൾ അല്പം സ്വരം കൂട്ടി പറയുന്ന ഒരു ശൈലിക്കാരനാണ് ഞാൻ. പക്ഷേ ആ സ്വരശൈലിയുടെ വ്യത്യാസത്തിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ സൃഷ്ടിച്ചു പോയിട്ടുണ്ട് എങ്കിൽ റബ്ബിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ മഹ്ശറയിലേക്ക് എന്റെ കാര്യം നിങ്ങൾ മാറ്റിവെക്കാതെ എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് പൊരുത്തം ചോദിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും പരിപൂർണമായി വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും സന്തോഷത്തോടും ഇവിടെയുള്ള കുഞ്ഞുമക്കളോട്, വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരോട്, പ്രായമുള്ളവരോട്, അതുപോലെ തന്നെ സമ്പന്നന്മാരോട്, സമ്പത്തില്ലാത്തവരോട്, എല്ലാവരോടും ഒരേ നിലപാട് സ്വീകരിച്ച് ഒരേപോലെ സ്നേഹത്തോടെ സംസാരിച്ച് തോളിൽ കൈയിട്ട് ചിലപ്പോഴൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളവരോട് തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അല്ലാഹു തആല വീഴ്ചകൾക്ക് അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്ത നന്മകൾക്ക് വേണ്ടി ഖബൂലിയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. കൂടുതലൊന്നും ചെയ്തിട്ടില്ല, ചെയ്ത ഖിദ്മത്തുകളിൽ വീഴ്ചകൾ ഉണ്ടായേക്കാം, 100% വീഴ്ചകൾ ഉണ്ടായേക്കാം. ആ വീഴ്ചകൾ പരിപൂർണമായി അള്ളാഹുവിന്റെ അടുക്കലേക്ക്, പിന്നെ അത് വീഴ്ചകളായി മാറാതിരിക്കാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പരിപൂർണമായ മഗ്ഫിറത്തോടുകൂടി റബ്ബിന്റെ അടുക്കലേക്ക് എത്തുന്നതിനു വേണ്ടി എന്റെ ഖിദ്മത്തിന്റെ ഭാഗത്തിലൂടെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പരിപൂർണമായ അള്ളാഹുവിനോട് സ്വീകാര്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കൊന്നേ പറയാനുള്ളൂ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും പൊന്നുമകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയും വിശുദ്ധമായ ബലിപ്പെരുന്നാളിന്റെ സുദിനത്തിൽ അവരെ കുറിച്ചുള്ള ചർച്ചകളും ചരിത്രങ്ങളും ഒക്കെ നാം അല്ലാതെ വികാരാധീതനായി പറയാറുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും പൊന്നോമന മകനും വിശുദ്ധമായ കഅബാലയം പടുത്തുയർത്തിയപ്പോൾ ആ വിശുദ്ധമായ കഅബാലയം പടുത്തുയർത്തിയിട്ട് അഹങ്കാര സ്വരത്തിൽ അവർ പറഞ്ഞിട്ടില്ല, അല്ലാഹുവേ, അവർ വളരെ വിനയാന്വിതനായിട്ട് അല്ലാഹുവിനോട് അവർ കരമുയർത്തി പ്രാർത്ഥിച്ചത് അവർ ചെയ്തത് നന്മയുടെ വലിപ്പമോ മഹത്വമോ പറഞ്ഞിട്ടല്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. അല്ലാഹുവേ, നിന്റെ നിർദ്ദേശാനുസരണം വിശുദ്ധമായ കഅബയെ ഞാനിതാ പടുത്തുയർത്തിയിരിക്കുന്നു. അല്ലാഹ്, നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ഒരു മന്ദിരം ഇതാ ഞാൻ പടുത്തുയർത്തിയിരിക്കുന്നു. റബ്ബേ, ഞാനും എന്റെ പൊന്നുമകനും കൂടി ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നു. നാഥാ, റബ്ബനാ തഖബ്ബൽ മിന്നാ. അല്ലാഹുവേ, ഞങ്ങൾ നീ സ്വീകരിക്കണേ. അല്ലാഹ്, ഞങ്ങൾ നീ സ്വീകരിക്കണേ റബ്ബേ. ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 5 വർഷക്കാലത്തെ സേവനത്തിന്റെ പരിധിയിൽ ചെറുതും വലുതുമായ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നന്മകളുടെ പൊട്ടിപ്പൊടികൾ നമുക്ക് മഹല്ലിനു വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ നന്മയുടെ വീഴ്ചകൾ മാപ്പാക്കുന്നതിനും പുറത്തു കിട്ടുന്നതിനും അതുപോലെ ആ നന്മകൾ ഖബൂലിയത്തുള്ളതായി മാറുന്നതിനും നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ ഖിദ്മത്തുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി, എന്റെ ഖിദ്മത്തുകൾ സ്വീകരിക്കുന്ന ഇനിയുള്ള ഇൻഷാ അല്ലാഹ് അടുത്ത മറ്റന്നാളത്തെ വെള്ളിയാഴ്ച ഞാൻ മറ്റൊരു മഹല്ലിലേക്ക് സേവനം ആരംഭിക്കുന്നു. നഗരൂർ മുസ്ലിം ജമാഅത്തിൽ. അത് മുളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ കാലാവധി കഴിഞ്ഞു. ഞാൻ കമ്മിറ്റിക്കാരെ ധരിപ്പിച്ചപ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് നഗരൂർ ജമാഅത്തിനെ ബന്ധപ്പെട്ടിരുന്നു. അവരിവിടെ വന്നിരുന്നു. അവരെന്നെ ക്ഷണിച്ചു. അൽഹംദുലില്ലാഹ് വെള്ളിയാഴ്ച ദിവസം ഇൻഷാ അല്ലാഹ് നാളെ വ്യാഴാഴ്ച, മറ്റന്നാൾ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ ജുമയ്ക്ക് ജോയിൻ ആവുകയാണ്. നിങ്ങൾ എന്റെ ഖിദ്മത്തിന്റെ പരിപൂർണമായ ഖൈറിനും മഹല്ലുകളെ കൃത്യമായി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ഹിക്മത്തോടുകൂടി കൊണ്ടുപോകുന്നു
പോകുന്നതിനു വേണ്ടി നിങ്ങൾ പ്രാപ്തിക്കു വേണ്ടി ആഫിയത്തിനു വേണ്ടി നിങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് മാത്രം പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ജുമയുടെ പ്രഭാഷണങ്ങളിലാണെങ്കിലോ കൂടുതലേക്ക് നിങ്ങളൊന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടായി പോയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെട്ട് തരണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.